ഇതുവരെയും സമരത്തിന് ചർച്ചയൊന്നും വിളിച്ചില്ലായിരുന്നു. ഞങ്ങള് ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ എവിടുന്നാ വരുന്നത്? നിങ്ങളുടെ വീട്ടിലെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ജോലിയില്ലാതെ മുന്നോട്ട് പോകാനാകുമോ? കാസർഗോഡ് നിന്നാണ് ഞാൻ വരുന്നത്. മുന്നോട്ട് പോകാനാവൂല. ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലി ആവശ്യം. ജോലി അത്ര അത്യാവശ്യമാണ്. ഞങ്ങൾ ഈ ഫുട്പാത്തിൽ കിടന്ന് നിരങ്ങുന്ന പോലെ ഇതെങ്കിലും കണ്ടിട്ട് സർക്കാരിന് കണ്ടിട്ടെങ്കിലും ഞങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവണം എന്നുള്ളത് അത്രയധികം പറ്റണില്ല. കാരണം ഞങ്ങൾ എത്ര ദിവസം ഈ 7ാമത്തെ ദിവസമായിട്ട് ഈ ഫുട്പാത്തിലാണ്. ഫുഡും വെള്ളവും ഒന്നും പ്രോപ്പറായിട്ട് പോലും കിട്ടാണ്ട് ഈ വെള്ള ചുട്ടുപൊളി ഭയങ്കര വെയിലാണ്. സഹിക്കാൻ പറ്റണില്ല. പക്ഷെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഞങ്ങൾ തെരുവിൽ കിടക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് ശരിക്കും പറ്റാത്തത്. ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർന്നിട്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് നിരങ്ങാൻ പോലും പറ്റണില്ല ഇവിടുന്ന്. ശരിക്കും ഫുട്പാത്തിൽ എല്ലാവരും തുപ്പി അത്രയും ഹീനമായ ഒരു സാഹചര്യത്തിൽ പോലെ ഞങ്ങൾ താഴെ കിടന്ന് നിരങ്ങാണ്. പറ്റണില്ല ഞങ്ങൾക്ക്. ഈ ഫിസിക്കൽ പ്രാക്ടീസ് ഒക്കെ നിങ്ങൾ ഒരുപാട് മാസം ട്രെയിൻ ചെയ്തിട്ടാണ് ഫിസിക്കൽ ടെസ്റ്റെല്ലാം പാസ്സായിട്ടാണ് നിങ്ങൾ ഈ ലിസ്റ്റിൽ വന്നത്. എന്നിട്ടും നിങ്ങളുടെ ഈ ജില്ലയിൽ നിന്ന് എത്ര പേർക്കാണ് നിയമനം കിട്ടിയത്? നമുക്ക് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ് ജില്ലയിൽ. 14 ജില്ലകളിലുള്ള എല്ലാ കുട്ടികളും ഉണ്ട് ഇവിടെ. നമുക്ക് സത്യം പറയാന് 964 പേരുള്ള ലിസ്റ്റിൽ നിന്ന് ആകെ 232 ഫ്രഷ് വേക്കൻസി, അതിൽ നിന്നുള്ള 60 എൻജേഡ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. എല്ലാ വർഷവും 90% നിയമനം ലഭിക്കുന്ന ലിസ്റ്റാണ്. പിന്നെ ഞങ്ങളോട് മാത്രം എന്ത് ഈ അനീതി? വേക്കൻസി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വേക്കൻസി ഉണ്ടായിട്ട് ഞങ്ങൾക്ക് നിയമനം നൽകുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്തിട്ട്? എത്ര നാളത്തെ കഷ്ടപ്പാടാ? പറ്റണില്ല ഞങ്ങൾക്ക്. ഇനിയിപ്പോ ഒരാഴ്ച കൂടി ലിസ്റ്റിന് കാലാവധിയുള്ളൂ. നിങ്ങൾ സമരവുമായി മുന്നോട്ട് തന്നെ പോകാനാണ്. നമുക്ക് സർക്കാരിന്റെ ഭാഗത്ത് ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചാണ് ഓരോ ദിവസവും ഓരോന്ന് ചെയ്യുന്നത്. മുറിഞ്ഞിട്ടുണ്ട്, നല്ല വേദന എടുക്കുന്നുണ്ട്. അറിയൂല ഞങ്ങൾക്ക്. ഇതൊക്കെ കാണുമ്പോൾ വീട്ടുകാർ സഹിക്കൂല. പക്ഷെ ഞങ്ങൾ അത്രയധികം എഫേർട്ട് എടുത്തൊരു ലിസ്റ്റായത്. വെറുതെ കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ ഒക്കൂല. ഈ 12 ദിവസം കൊണ്ട് മാക്സിമം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യും ഞങ്ങൾ. അങ്ങനെയെങ്കിലും സർക്കാരിന്റെ ഭാഗത്തൊരു തീരുമാനം ഉണ്ടായിട്ടെന്ന് വിശ്വസിച്ചാട്ട്. ശരിക്കും ഇന്നലെയൊക്കെ ആണെങ്കിൽ കയ്യിൽ നിന്ന് കൺട്രോള് പോയിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു പോയി. ഇപ്പോഴും അവസ്ഥയിൽ തന്നെയാണ്. എൻ്റെ കുഞ്ഞാണ് ആ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ അമ്മ പട്ടിണിയാണ്, അമ്മ വലത്ത് കിടക്കണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചെന്നെ വിളിച്ചു. 3 വയസ്സേ ഉള്ളൂ. 3 വയസ്സുള്ള ആ കുഞ്ഞിന് ആ സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ബാക്കി ആരും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല.